മെഡിക്കൽ ടേംസ് നീഡിസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെൻട്രൽ ഓർഗൻസിൽ ബ്രെയിനാണ് ഡിസ്കസ് ചെയ്തത്, ബ്രെയിനിൻ്റെ അനാറ്റമി. ആ വീഡിയോ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ സ്പൈനൽ കോഡിനെ പറ്റിയാണ്. സോ നമുക്കറിയാം, ബ്രെയിനും സ്പൈനൽ കോഡും ചേരുന്നതാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം, അല്ലെങ്കിൽ CNS എന്ന് പറയും. ഈ CNSനെ മറ്റ് നമ്മുടെ ബോഡി പാർട്സുമായിട്ട് കണക്റ്റ് ചെയ്യുന്ന ഒരു കൂട്ടം നെർവുകളെയാണ് നമ്മൾ പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ ബ്രെയിനിന് കൂടാതെയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഓർഗനായിട്ടുള്ള സ്പൈനൽ കോഡിനെ പറ്റിയാണ്. സോ സ്പൈനൽ കോഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഞാനിന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. സോ നമുക്കറിയാം, സ്പൈനൽ കോഡ് തുടങ്ങുന്നത് ബ്രെയിനിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗമായിട്ടുള്ള മെഡുല്ല ഒബ്ലോങ്ങേറ്റയുടെ ആ ഒരു ലോവർ ആസ്പെക്റ്റിൽ നിന്നാണ്. മെഡുല്ലയാണ് ബ്രെയിനിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗം. നമുക്കറിയാമല്ലോ, ബ്രെയിൻ സ്റ്റെം എന്ന് പറയും. ബ്രെയിൻ സ്റ്റെം എന്ന് പറയുന്നത് പോൺസും മെഡുല്ലയും ഒക്കെ ചേർന്ന ആ ഒരു ഏരിയയാണ് ബ്രെയിനിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗങ്ങൾ. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും ലോവർ മോസ്റ്റ് പാർട്ടാണ് ഈ മെഡുല്ല ഒബ്ലോങ്ങേറ്റ. അതാണ് ശരിക്കും സ്പൈനൽ കോഡായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ ഈ മെഡുല്ല ഒബ്ലോങ്ങേറ്റയുടെ ഏറ്റവും താഴത്തെ ഭാഗത്തു നിന്നാണ് സ്പൈനൽ കോഡിൻ്റെ ഒരു തുടക്കം. അവിടെ തുടങ്ങി അത് എൻഡ് ചെയ്യുന്നത് നമ്മുടെ വെർട്ടിബ്രൽ കോളത്തിൽ ലംബാർ വെർട്ടിബ്ര, അതായത് മൂന്നാമത്തെ ഡിവിഷൻ ഓഫ് വെർട്ടിബ്രൽ കോളമാണ്. നമുക്കറിയാമല്ലോ, നെക്കിൻ്റെ അവിടെ സെർവൈക്കൽ വെർട്ടിബ്രകൾ എന്ന് പറയും. നമ്മുടെ ചെസ്റ്റിൻ്റെ ഭാഗത്തുള്ള വെർട്ടിബ്രകളെ തൊറാസിക് എന്ന് പറയും. മൂന്നാമത്തെ ഡിവിഷനാണ് ലംബാർ. അപ്പോൾ ഈ ലംബാർ വെർട്ടിബ്രകളിൽ 5 എണ്ണം ഉണ്ട്. നമുക്കറിയാമല്ലോ, L1 to L5 എന്ന് പറയും. അപ്പോൾ ഇതിൽ രണ്ടാമത്തെ ലംബാർ വെർട്ടിബ്ര അല്ലെങ്കിൽ L2 വരെയാണ് സ്പൈനൽ കോഡിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ബിഗിനിങ് അറ്റ് ദ ലോവർ ആസ്പെക്ട് ഓഫ് ദ മെഡുല്ല ഒബ്ലോങ്ങേറ്റ ആൻഡ് ഇറ്റ് ഈസ് എക്സ്റ്റെൻഡിങ് അപ്പ് ടു ദ സെക്കൻഡ് ലംബാർ വെർട്ടിബ്ര. ആക്ച്വലി സ്പൈനൽ കോഡിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് നമ്മുടെ ഈ വെർട്ടിബ്രൽ കോളത്തിനകത്തുള്ള ആ ഒരു സ്പൈനൽ കനാൽ, ഒരു ടണൽ പോലെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന. കാരണം ഓരോ വെർട്ടിബ്രയുടെയും അകത്തൊരു ഒരു ഫൊറാമൻ ഉണ്ട്, ഒരു ഹോളുണ്ട്. സോ നമ്മൾ ഈ വെർട്ടിബ്രകളെ അടുക്കി വെക്കുമ്പോൾ, വെർട്ടിബ്രൽ കോളമായിട്ട് മാറ്റുമ്പോൾ, ആ ഓരോ വെർട്ടിബ്രയുടെയും ഉള്ളിലുള്ള ആ ഒരു ഹോൾ ഫൈനലി ഒരു വലിയ ടണൽ പോലെ ആവുന്നു. ആ ടണലിനെയാണ് നമ്മൾ സ്പൈനൽ കനാൽ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ന്യൂറൽ കനാൽ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഹോൾ ക്യാവിറ്റി ഈസ് ഫോർ സ്പൈനൽ കോഡ്. പക്ഷേ സ്പൈനൽ കോഡ് അതിൻ്റെ മുഴുവൻ അങ്ങേ അറ്റം വരെ ഇല്ല. ഏതാണ്ട് ആ ഒരു മുകൾ ഭാഗത്തെ ഒരു 2/3 വരെ മാത്രമേ സ്പൈനൽ കോഡ് എക്സ്റ്റെൻഡ് ചെയ്യുന്നുള്ളൂ. ബാക്കി ഭാഗത്ത് സ്പൈനൽ കോഡ് ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സെക്കൻഡ് ലംബാർ വെർട്ടിബ്ര വരെ. അത് കഴിഞ്ഞിട്ട് പിന്നീട് സേക്രം, ബാക്കിയുള്ള 3 ലംബാർ വെർട്ടിബ്ര, അതേപോലെ സേക്രം, കോക്സിക്സ്, ഇതൊക്കെ വരുന്നുണ്ട്. ബട്ട് they do not have, again, they are not containing the spinal cord. Okay, the spinal cord is only up to the second lumbar vertebra. ഏതാണ്ട് 45 സെൻറ്റിമീറ്റർ ഉണ്ട് ഈ നമ്മളിപ്പോൾ പറഞ്ഞ ആ ഹോൾ ലെങ്ത്തിന്, 45 സെൻറ്റിമീറ്റർ. ഓക്കെ, സോ ഇതാണ് അപ്പോൾ അതിൻ്റെ എക്സ്റ്റൻഷൻ. ഓക്കെ, എവിടുന്ന് എവിടെ വരെയാണ് സ്പൈനൽ കോഡ് എന്നത്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്പൈനൽ കോഡിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ നമ്മൾ എടുക്കാമെന്ന് വിചാരിച്ചു. ഇതൊരു ഒരു കോഡ് പോലെ, ഒരു എന്താ പറയുക, ഒരു വയർ പോലെയാണ്. അത് ഹോളോ അല്ലല്ലോ, ഒരു വയർ പോലെ ഇരിക്കും. ഒരു നെർവ് ടിഷ്യൂ ആണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഈ സ്പൈനൽ കോഡിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാം, നടുക്ക് ഒരു എന്താ പറയുക, ഒരു ഗ്രേ മാറ്റർ എന്ന് പറയുന്നത്. ഞാനത് നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ബ്രെയിനിലെ അറേഞ്ച്മെൻറ്റ് പറഞ്ഞപ്പോൾ. ബ്രെയിനിലും ഉണ്ട് ഗ്രേ മാറ്ററും അതുപോലെ വൈറ്റ് മാറ്ററും. സോ സ്പൈനൽ കോഡിലെ ഗ്രേ മാറ്റർ എന്ന് പറയുന്നത് ഈ നടുഭാഗത്താണ് വരിക. ഒരു ഇന്നർ സെക്ഷനായിട്ട് കണ്ട ഒരു എച്ചിൻ്റെ ഷേപ്പിൽ, നമ്മുടെ ആൽഫബറ്റ് എച്ചിൻ്റെ ഷേപ്പിലെന്നോ അല്ലെങ്കിൽ ഒരു ബട്ടർഫ്ലൈയുടെ ഷേപ്പിലെന്നോ ഒക്കെ പറയാം. ഈ കാണുന്ന ഞാനിപ്പോൾ ഇതിൽ ബ്ലൂ ആയിട്ട് കാണിച്ചിരിക്കുന്നതാണ് സ്പൈനൽ കോഡിൻ്റെ ആ സെൻറ്ററിൽ വരുന്ന ഗ്രേ മാറ്റർ. എപ്പോഴും ഗ്രേ മാറ്റർ എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ബ്രെയിനിലായാലും സ്പൈനൽ കോഡിലായാലും എന്താണ് ആക്ച്വലി ആ സെൽ ബോഡികൾ, നമുക്കറിയാലോ ന്യൂറോണുകളുടെ സെൽ ബോഡികൾ കളക്ട് ചെയ്തിരിക്കുന്ന ഭാഗമാണ്. അതായത് ആക്സോണുകളില്ല അവിടെ, സെൽ ബോഡീസ് മാത്രം. സെൽ ബോഡികൾക്ക് ഒരു വൈറ്റ് കളർ ഉണ്ടാവില്ല, ബിക്കോസ് അവർക്ക് മൈലിൻ ഷീറ്റ് എന്ന് പറയുന്ന കവറിങ് ഇല്ലല്ലോ. അതുകൊണ്ടാണ് സെൽ ബോഡികൾ ഇരിക്കുന്ന ഈ ഭാഗം ഗ്രേയിഷ് ആയിട്ടിരിക്കുന്നത്. സോ ബ്രെയിനിലാണെങ്കിൽ ഇത് ബ്രെയിനിൻ്റെ പുറത്താണ് നമ്മൾ ഈ ഗ്രേ മാറ്ററിനെ കാണുക.
കോർട്ടെക്സ്, പ്രത്യേകിച്ച് സെറിബ്രത്തിൽ സെറിബ്രൽ കോർട്ടെക്സ് എന്ന് പറയും. സ്പൈനൽ കോഡിൽ അത് ഉള്ളിലാണുള്ളത്. ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസ് ആണ് ബിറ്റ്വീൻ ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ബ്രെയിൻ ഹാസ് ആൻ ഔട്ടർ സെക്ഷൻ ഓഫ് ഗ്രേ മാറ്റർ ആൻഡ് ഇന്നർ സെക്ഷൻ ഓഫ് വൈറ്റ് മാറ്റർ. നേരെ തിരിച്ചാണ് സ്പൈനൽ കോഡിൽ. സ്പൈനൽ കോഡ് നമ്മൾ ഈ ഉള്ളിൽ കാണുന്ന, ഞാനിപ്പോൾ ഇവിടെ ബ്ലൂ ആയിട്ട് കാണിച്ചിരിക്കുന്നതാണ് ശരിക്കും സ്പൈനൽ കോഡിൻ്റെ ഗ്രേ മാറ്റർ, വിച്ച് ഇസ് റിച്ച് ഇൻ ദ സെൽ ബോഡീസ്, ന്യൂറോണൽ സെൽ ബോഡീസ്. ആക്സോണുകളില്ല. എന്നാൽ അതിന് ചുറ്റുമുള്ള ഈ ഭാഗത്തിനെ നമ്മളിപ്പോൾ ഇതിനകത്ത് ഇപ്പം ഞാൻ വൈറ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്ന ഏരിയയാണ് വൈറ്റ് മാറ്റർ എന്ന് പറയും. അപ്പോൾ നമ്മൾ പറയുമ്പോൾ വൈറ്റ് മാറ്റർ ഔട്ട്സൈഡ് ആണ്, ഗ്രേ മാറ്റർ ആണ് അകത്ത് സ്പൈനൽ കോഡിന്, വിച്ച് ഇസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ബ്രെയിൻ. ഓക്കെ. പിന്നെ ഈ വൈറ്റ് മാറ്ററിൽ എന്താണ് ഇപ്പോൾ ഉള്ളത്? ആക്സോണുകളാണ്. അതുകൊണ്ടാണ് അതിന് വൈറ്റ് കളർ വരുന്നത്. കാരണം ആക്സോണുകൾക്ക് ഒരു മൈലിൻ ഷീറ്റ് എന്ന് പറഞ്ഞൊരു കവറിങ് ഉണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അവർക്കൊരു ആക്സോൺ റിച്ച് ആയിട്ടുള്ള ഏരിയാസിലൊക്കെ എപ്പോഴും എന്തുണ്ടാവും? ഒരു വൈറ്റ് കളർ ഉണ്ടാവും. സോ ദിസ് ഇസ് എ വൈറ്റ് മാറ്റർ ഓഫ് ദ സ്പൈനൽ കോഡ് ആൻഡ് ദിസ് സെൻട്രൽ പാർട്ട്, ദറ്റ് എച്ച് ഷേപ്ഡ് പാർട്ട് ഇസ് കോൾഡ് ദ ഗ്രേ മാറ്റർ. ഓക്കെ. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. പിന്നെ ഇനി നമുക്കറിയാം സ്പൈനൽ കോഡ് എന്താണ് ഈ ചെയ്യുന്നത്. നമുക്കറിയാലോ, ഇറ്റ് ഇസ് എ സെക്കൻഡ് ഓർഗൻ ഇൻ ദ CNS അല്ലേ. ഏറ്റവും പ്രധാനപ്പെട്ട ഓർഗൻ, പ്രൈമറി ഓർഗൻ ബ്രെയിൻ ആണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു സെക്കൻഡറി ഓർഗൻ, CNS ഓർഗൻ എന്ന് പറയുന്നതാണ് സ്പൈനൽ കോഡ്. സോ ബ്രെയിനിനെ പോലെ തന്നെ സ്പൈനൽ കോഡ് ഇസ് ഓൾസോ ഹാവിങ് ഇറ്റ്സ് ഓൺ ഫങ്ഷൻസ്. സോ സ്പൈനൽ കോഡ് എപ്പോഴും നമ്മുടെ ബോഡിയുടെ ഒരു ലോവർ ആസ്പെക്റ്റ് ആണ്. അതായത് നെക്കിന് താഴ്പോട്ടുള്ള ഭാഗങ്ങളാണ് സ്പൈനൽ കോഡിൻ്റെ കൺട്രോളിൽ വരുന്നത് എപ്പോഴും. ഓക്കെ. കാരണം നമുക്കറിയാം ഹെഡ് ആൻഡ് നെക്ക് എപ്പോഴും ബ്രെയിനിൻ്റെ കൺട്രോൾ, നേരിട്ടുള്ള കൺട്രോളിലാണ് പ്രവർത്തിക്കുക. ദേ ഹാവ് നോ കണക്ഷൻ വിത്ത് ദ സ്പൈനൽ കോഡ്. ഹെഡ് ആൻഡ് നെക്ക് നമ്മൾ പഠിച്ചതല്ലേ ക്രേനിയൽ നെർവ്സിനെ പറ്റിയൊക്കെ. ഹെഡ് ആൻഡ് നെക്കിനെ കൺട്രോൾ ചെയ്യുന്നത്, ബ്രെയിനുമായിട്ട് അവരെ കണക്ട് ചെയ്യുന്നതാണ് നമ്മുടെ ക്രേനിയൽ നെർവ്സ്. ഓക്കെ. സോ ഈ നെക്കിന് താഴ്പോട്ട് എന്ന് വെച്ചാൽ നമ്മുടെ ട്രങ്ക്, നമ്മുടെ ടോർസോ, നമ്മുടെ ചെസ്റ്റ്, എബ്ഡോമൻ, പിന്നെ 4 എക്സ്ട്രിമിറ്റീസ് അല്ലേ, ദ അപ്പർ എക്സ്ട്രിമിറ്റീസ് ആൻഡ് ദ 2 ലോവർ എക്സ്ട്രിമിറ്റീസ്. ഇത്രയും ഏരിയാസിനെ ശരിക്കും ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്യുന്നതും ഇവരെ കൺട്രോൾ ചെയ്യുന്നതും ആരാണ്? സ്പൈനൽ കോഡാണ് അല്ലേ. ഇവരുടെ ഇപ്പം നമ്മുടെ ട്രങ്ക് ആൻഡ് എക്സ്ട്രിമിറ്റീസിൻ്റെ സെൻസേഷൻസ്, നമ്മളെവിടെ ഇപ്പോൾ നമ്മളൊരു ചൂടുള്ള ഒരു ഒബ്ജക്റ്റ് വെച്ച് തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ സെൻസേഷൻ നമുക്ക് അറിയാൻ പറ്റും. അതെങ്ങനെയാണ് പോവുക? അത് സ്പൈനൽ കോഡ് വഴിയാണ് ബ്രെയിനിലെത്തുന്നത്. സെൻസറി ഇമ്പൾസസ് ആയിട്ട് ആ ഒരു കോണ്ടാക്ട് വിത്ത് ഹോട്ട്, ആ ഒരു ഹോട്ട് എന്താ ഒബ്ജക്റ്റുമായിട്ടുള്ള കോണ്ടാക്ട് വിച്ച് വിൽ ബി സെൻസ്ഡ് ബൈ ദ ബ്രെയിൻ. എങ്ങനെയാണത്? ത്രൂ ദ സ്പൈനൽ കോഡ്. ഓക്കെ. അപ്പോൾ അത് ഇങ്ങനെയാണ്, ഫ്രം ദ സ്കിൻ ടു ദ ത്രൂ ദ സ്പൈനൽ കോഡ് ആൻഡ് ടു ദ ബ്രെയിൻ. നേരെ മറിച്ച് നമ്മുടെ ബോഡിയിൽ പ്രത്യേകിച്ച് ട്രങ്ക് ആൻഡ് എക്സ്ട്രിമിറ്റീസിലുള്ള മസിലുകളെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? നമ്മുടെ ബ്രെയിനിൽ നിന്ന് പിന്നെ സ്പൈനൽ കോഡ് വഴി വരുന്ന മോട്ടോർ നെർവുകളാണ്. അപ്പോൾ അങ്ങനെ സെൻസറി ഫങ്ഷൻസ് ആൻഡ് മോട്ടോർ ഫങ്ഷൻസ് ഓഫ് ദീസ് പാർട്സ്, ഞാനിപ്പോൾ പറഞ്ഞ പോലെ ട്രങ്കിൻ്റെയും ഈ 4 എക്സ്ട്രിമിറ്റീസിൻ്റെയും സെൻസേഷനുകളും മൂവ്മെൻറ്റ്സും മസിൽ ആക്ടിവിറ്റീസും ഒക്കെ കൺട്രോൾ ചെയ്യുന്നതും, അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുന്ന മീൻസ് അതിനെ ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഓക്കെ ആരാണ്? സ്പൈനൽ കോഡാണ്. അപ്പോൾ അതാണ് സ്പൈനൽ കോഡിൻ്റെ ഒരു പ്രധാന ജോലി. ഓക്കെ. പിന്നെ മാത്രമല്ല, ഞാൻ ജസ്റ്റ് വായിക്കാം. ഇറ്റ് കൺട്രോൾസ് ദ ഫങ്ഷൻസ് ഓഫ് ദ ട്രങ്ക് ആസ് വെൽ ആസ് ദി എക്സ്ട്രിമിറ്റീസ് ത്രൂ 31 പെയേഴ്സ് ഓഫ് സ്പൈനൽ നെർവ്സ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ trunk and extremities are having their functions of sensations and movements അല്ലേ, through the spinal cord അല്ലേ, controlled by the brain, but it is through the spinal cord. അപ്പോൾ എങ്ങനെയാണ് സ്പൈനൽ കോഡിന് ഈ ഒരു കണക്ഷൻ കിട്ടുന്നത് നമ്മുടെ ഈ പറഞ്ഞ ബോഡി പാർട്സുമായിട്ട്? അവിടെയാണ് 31 പെയേഴ്സ് ഓഫ് സ്പൈനൽ നെർവുകൾ വരുന്നത്. ഈ സ്പൈനൽ കോഡിന് പുറത്തേക്ക് സ്പൈനൽ കോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ മെഡുല്ല ഒബ്ലോങ്ങേറ്റ കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു, and it is passing through that spinal canal up to the L2, okay, second lumbar vertebra. അപ്പോൾ ആ പാസ് തുടങ്ങുന്ന സമയം തുടങ്ങുന്ന ആ ഭാഗം തൊട്ട് തന്നെ ഇങ്ങേയറ്റം വരെ കുറേ നെർവുകൾ ഇങ്ങനെ പോകുന്നുണ്ട്. 31 പെയേഴ്സ്. 31 കാരണം സ്പൈനൽ കോഡിന് തന്നെ 31 സെഗ്മെൻറ്റ്സ് ഉണ്ട്. നമ്മളിങ്ങനെ ഇങ്ങനെ സ്ലൈസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ 31 സെഗ്മെൻറ്റുകളായിട്ട് അതിനെ ഇങ്ങനെ വെക്കാം. ആ ഓരോ സെഗ്മെൻറ്റിൽ നിന്നുമാണ് ഒരു പെയർ. Okay, one nerve to the right and the other nerve to the left. അങ്ങനെയാണ് ഒരു പെയർ വരെ. അങ്ങനത്തെ 31 pairs. Each pair will be emerging from each segment of the spinal cord.
ഓക്കെ 31 സെഗ്മെൻസും ഉണ്ട് സ്പൈനൽ കോഡിൽ, 31 കഷ്ണങ്ങൾ പോലെ, ഓക്കെ സ്ലൈസസ് പോലെ. ആൻഡ് ഫ്രം ഈച്ച് സെഗ്മെൻറ്റ് 1 പെയർ ഓഫ് സ്പൈനൽ നെർവ് വിൽ ബി എമർജിങ്. ഓക്കെ, അപ്പോൾ അവരാണ് 31 പെയേഴ്സ്. ഇതിൻ്റെ സെഗ്മെൻസിൻ്റെ ഡിവിഷനൊക്കെ ഞാനൊന്ന് പറഞ്ഞു, എന്നാലും വൺസ് അഗെയിൻ ഐ വിൽ റിപ്പീറ്റ്. ഈ 31 സെഗ്മെൻറ്റ്സ് എങ്ങനെയാണ് വരിക, അല്ലെങ്കിൽ 31 പെയേഴ്സ് എങ്ങനെയാണ് വരുന്നത്? നമ്മുടെ സെർവൈക്കൽ ഭാഗത്തുള്ള സ്പൈനൽ കോഡിൽ നിന്ന് തന്നെ 8 പെയേഴ്സ് ആണ് വരിക. ഓക്കെ, 8 പെയേഴ്സ് ഓഫ് സ്പൈനൽ നെർവ്സ്. The first 8 പെയേഴ്സ് ഓഫ് സ്പൈനൽ നെർവ്സ് ആർ എമർജിങ് ഫ്രം ദ സെർവൈക്കൽ, നമ്മുടെ നെക്കിൻ്റെ ഭാഗത്തുള്ള സ്പൈനൽ കോഡിൽ നിന്നാണ്. ഓക്കെ, സെർവൈക്കൽ വരുന്നത് 8 നെർവുകളാണ്, 8 പെയേഴ്സ് കേട്ടോ. തൊറാസിക്കിൽ 12 ഉണ്ടാവും. ഓക്കെ, സോ 8 + 12 20. പിന്നെ ലംബാർ 5 ആണ്, സേക്രലും 5 ആണ്. അപ്പോൾ 10 ആയി അല്ലെ, 20 + 10 അല്ലെ, 20 + 5 ലംബാറും 5 സേക്രലും, സോ 30. ആൻഡ് ദ ലാസ്റ്റ് പെയർ ഓഫ് നെർവ് ഇസ് കോൾഡ് കോക്സീജിയൽ. കോക്സീജിയൽ ഒരെണ്ണം. ഓക്കെ, സെർവൈക്കൽ സെഗ്മെൻറ്റിൽ നിന്ന് 8 പെയേഴ്സ് ഉണ്ടാവും. ദെൻ ദ തൊറാസിക് പാർട്ടിൽ നിന്ന് 12 പെയേഴ്സ് ആണ് വരിക. സോ 12 + 8 20. ലംബാറും 5, സോ 25. ആൻഡ് സേക്രൽ ഇസ് ഓൾസോ 5, ദറ്റ് ഇസ് 30. ആൻഡ് കോക്സീജിയൽ 1. ഇങ്ങനെയാണ് 31 പെയേഴ്സ് ഓഫ് നെർവ്സ്. ഇത് ഓരോന്നും ഓരോ സെഗ്മെൻ്റ് ആണ് സ്പൈനൽ കോഡിൻ്റെ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ 31 പെയേഴ്സ് ഓഫ് സ്പൈനൽ നെർവ്സ്. ആൻഡ് അവരാണ് ശരിക്കും സ്പൈനൽ കോഡിനെ നമ്മുടെ ബോഡി പാർട്സ്, നമ്മളിപ്പോൾ പറഞ്ഞ ട്രങ്ക് ആൻഡ് എക്സ്ട്രിമിറ്റീസുമായിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ സ്പൈനൽ നെർവ്സ്. ആൻഡ് അഗെയിൻ സ്പൈനൽ കോഡിന് വേറെ ഫങ്ഷൻസും ഉണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ റിഫ്ലെക്സ് ആക്ഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചൂടുള്ള ഒബ്ജക്റ്റിൽ തൊട്ട് നമ്മൾ റിഫ്ലെക്സ് ആക്ഷനാണ്, നമ്മൾ അറിയുന്നതിന് മുമ്പേ നമ്മൾ ആ കൈ വിഡ്രോ ചെയ്തിട്ടുണ്ടാവും. സോ ദാറ്റ് ഈസ് കൺട്രോൾഡ് ബൈ ദ സ്പൈനൽ കോഡ്, എസ്പെഷ്യലി നമ്മുടെ ഈ ട്രങ്ക് ആൻഡ് എക്സ്ട്രിമിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട റിഫ്ലെക്സ് ആക്ഷൻസ് എല്ലാം. അങ്ങനെ കുറേ ഫങ്ഷൻസ് ഉണ്ട്, ബട്ട് ഇതാണ് നമ്മൾ മെയിനായിട്ട് പറയുന്നത്. ആൻഡ് ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, സെക്കൻഡ് ലംബാർ വെർട്ടിബ്രയുടെ അവിടെയാണ് സ്പൈനൽ കോഡ് അവസാനിക്കുക. പക്ഷേ അതിന് നമുക്കറിയില്ല, സ്പൈനൽ കോഡിന് ഒരു കവറിങ് ഉണ്ട്, മെനിഞ്ചസ്. ബ്രെയിനിനും സ്പൈനൽ കോഡിനും കോമൺ ആയിട്ടുള്ള ഒരു മൂന്ന് ലെയേഴ്സ് ആയിട്ട് വരുന്ന ഒരു കവറിങ്ങിനെയാണ് മെനിഞ്ചസ് എന്ന് പറയുന്നത്. 3 ലെയർ. അത് ഞാൻ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് മെനിഞ്ചസിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. സോ ഈ മെനിഞ്ചസ് ആക്ച്വലി താഴേക്കും എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ L2 കഴിഞ്ഞ് നമ്മൾ താഴേക്ക് പോയാൽ സ്പൈനൽ കോഡ് അവിടെ വരെ ഉള്ളൂ, പക്ഷേ ദ കവറിങ് മെനിഞ്ചസ് വിൽ ബി എക്സ്റ്റെൻഡിങ് ബിലോ ദ L2. ഓക്കെ, അപ്പോൾ അങ്ങനെ സ്പൈനൽ കോഡിൻ്റെ ആ ഒരു ലാസ്റ്റ് പാർട്ടിൽ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, L2ൻ്റെ അവിടെ വരുന്ന ആ സ്പൈനൽ കോഡിൻ്റെ ലാസ്റ്റ് പാർട്ട്, അതിന് കോണസ് മെഡുലാരിസ് എന്നാണ് പറയുക. ആ ഒരു ടിപ്പ് ഉണ്ടല്ലോ, സ്പൈനൽ കോഡ് വന്ന് അവസാനിക്കുന്ന ആ ഭാഗത്തിനെ, ദറ്റ് ടെർമിനൽ പാർട്ട് ഓഫ് ദ സ്പൈനൽ കോഡ് ഇസ് കോൾഡ് കോണസ് മെഡുലാരിസ്. അപ്പോൾ അവിടുന്ന് ഒരു ബഞ്ച് ഓഫ് നെർവ് ഫൈബേഴ്സ് ആണ് പിന്നെ താഴേക്ക് പോവുക. ഈ താഴെ L2ന് താഴെ നമ്മൾ നോക്കിയാൽ എന്താ കാണുക, കുറേ ഒരു ബഞ്ച് ഓഫ് നെർവ് ഫൈബേഴ്സ് വിൽ ബി എമർജിങ് ഫ്രം ദ ടിപ്പ് ഓഫ് ദ സ്പൈനൽ കോഡ് നോൺ ആസ് കോണസ് മെഡുലാരിസ്. അപ്പോൾ ആ ഒരു ബഞ്ച് ഓഫ് നെർവ് ഫൈബറുകളെയാണ് നമ്മൾ കോഡ ഇക്വിന എന്ന് പറയും. കോഡ എന്ന് പറഞ്ഞാൽ ടെയിൽ എന്നർത്ഥം, കോഡൽ നമുക്ക് പറയുന്ന ടെയിൽ എന്നാണ്. ആൻഡ് ഇക്വിന മീൻസ് ഹോഴ്സ്. ഇപ്പോൾ കുതിരയുടെ വാല് നമ്മൾ കണ്ടിട്ടില്ല, ഇങ്ങനെ ആ ഒരു പോയിന്റിൽ നിന്ന് തന്നെ കുറേ ഹെയർസ് ഇങ്ങനെ വരുന്ന പോലെയാണ് അല്ലേ, അങ്ങനെ. അല്ലാതെ ഒരു സിംഗിൾ വന്നിട്ട് പിന്നെ അതിൽ നിന്ന് അങ്ങനെയല്ലല്ലോ, ഒറ്റയടിക്ക് കുറേ ബഞ്ച് ഓഫ് ഹെയർസ് വരുന്ന പോലെ. അതുപോലെയാണ് ഇവിടെ ഒരു ബഞ്ച് ഓഫ് nerve fibers will be emerging from the tip of the spinal cord at that L2, below the L2. ആ ഒരു bunch of nerve fibers നെയാണ് നമ്മൾ, which is resembling a horse tail, is called coda equina. Coda meaning tail and equina meaning horse. Okay, അപ്പോൾ അതാണ് കോഡ ഇക്വിന. ബട്ട് കോഡ ഇക്വിന കഴിഞ്ഞാലും പിന്നീട് മെനിഞ്ചസ് താഴേക്ക് ലാസ്റ്റ് മീൻസ് പോകുന്നുണ്ട്, എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, സ്പൈനൽ കോഡിന് 3 ലെയറിൻ്റെ കവറിങ് ഉണ്ട്. അത് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ബ്രെയിനിൻ്റെയും സ്പൈനൽ കോഡിൻ്റെയും കവറിങ് ആണ് മെനിഞ്ചസ് എന്ന് പറയുന്നത്. സോ ഇത്രയുമാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, സ്പൈനൽ കോഡിനെ പറ്റി പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്നുകൂടി ഓടിച്ച് ഒരു കൺക്ലൂഷൻ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, സ്പൈനൽ കോഡ് ഒരു നെർവ് കോളമാണ് വിച്ച് ഇസ് എക്സ്റ്റെൻഡിങ് ഫ്രം ദ ലോവർ പാർട്ട് ഓഫ് ദ മെഡുല്ല ഒബ്ലോങ്ങേറ്റ ടു ദ സെക്കൻഡ് ലംബാർ വെർട്ടിബ്ര. ഇറ്റ് ഇസ് ഫില്ലിംഗ് ദ upper 2/3 of that spinal canal അല്ലേ. upper 2/3 താഴേക്ക് വരുമ്പോൾ ഇല്ലല്ലോ. ഓക്കെ, ഏതാണ്ട് 45 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞു. പിന്നെ നമുക്കറിയാമല്ലോ, ഈ
സ്പൈനൽ കോഡിന് പുറത്തേക്ക് വരാനാണ് സ്കള്ളിൻ്റെ ബേസിൽ അല്ലെ ഫൊറാമൻ മാഗ്നം എന്ന് പറഞ്ഞ് ഒരു വലിയ ഫൊറാമൻ, ഒരു ഹോൾ ഉള്ളത് അല്ലേ. ഫൊറാമൻ എന്ന് പറഞ്ഞാൽ എന്താ, ബോൺസിലൊക്കെ കാണുന്ന തുളകളാണ്. ഓക്കെ, സോ ദർ ഇസ് എ ബിഗ് ഫൊറാമൻ അറ്റ് ദ ബേസ് ഓഫ് ദ സ്കൾ ഫോർ ദറ്റ് എമർജൻസ് ഓഫ് സ്പൈനൽ കോഡ് ഫ്രം ദ ബ്രെയിൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ മെഡുല ഒബ്ലോങ്ങേറ്റഡ് അവിടുന്ന് ഫൊറാമൻ മാഗ്നം വഴിയാണ് ഇത് ഈ സ്പൈനൽ കനാലിലേക്ക് ഇറങ്ങുന്നതും L2 വരെ പോകുന്നതും 45 സെൻറ്റിമീറ്റർ പോകുന്നതും. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ എപ്പോഴും ഒരു ക്രോസ് സെക്ഷൻ ഓഫ് സ്പൈനൽ കോഡ് എടുത്തു കഴിഞ്ഞാൽ അതിനൊരു ഔട്ടർ സെക്ഷൻ ഓഫ് വൈറ്റ് മാറ്റർ, അതായത് ആക്സോൺ റിച്ച് ആയിട്ടുള്ള, ആൻഡ് അൻ ഇന്നർ സെക്ഷൻ ഓഫ് ഗ്രേ മാറ്റർ. ഗ്രേ മാറ്ററിൽ എപ്പോഴും സെൽ ബോഡികളായിരിക്കും കൂടുതലുണ്ടാവും. എപ്പോഴും ബ്രെയിനിൻ്റെ അറേഞ്ച്മെൻറ്റിന് ഓപ്പോസിറ്റ് ആണിത്. ആൻഡ് ദെൻ നമ്മൾ പറഞ്ഞു പ്രധാനമായിട്ടും സ്പൈനൽ കോഡ് ചെയ്യുന്ന എന്താണ്, നമ്മുടെ ട്രങ്കിൻ്റെയും എക്സ്ട്രിമിറ്റീസിൻ്റെയും ഒക്കെ ഫങ്ഷൻസിനെ നിയന്ത്രിക്കുക, അവരെ ബ്രെയിനുമായിട്ട് കണക്റ്റ് ചെയ്യുക. പ്രധാനമായിട്ടും സെൻസറി ഫങ്ഷൻസ്, മോട്ടോർ ഫങ്ഷൻസ്. സെൻസറി മീൻസ് നമുക്ക് ആ സെൻസേഷൻസ് അറിയാൻ സാധിക്കുക അല്ലെ, ടച്ച്, പെയിൻ, ടെമ്പറേച്ചർ, ഇതൊക്കെ. പിന്നെ മസിലുകൾക്കുള്ള ആ ഒരു മോട്ടോർ ഫങ്ഷൻ, ഇതൊക്കെ സ്പൈനൽ കോഡാണ് കൺട്രോൾ ചെയ്യുന്നത് ഫോർ ദ ട്രങ്ക് ആൻഡ് ദ എക്സ്ട്രിമിറ്റീസ്. ഓക്കെ, പിന്നെ ഇറ്റ് ഈസ് ഗിവിങ് ഔട്ട് 31 pairs ഓഫ് സ്പൈനൽ നെർവ്സ്. ഓക്കെ, 31 pairs ഓഫ് നെർവ്സ് ഉണ്ട് അവിടെ. അതാണ് നമ്മൾ നേരത്തെ സെഗ്മെൻറ്റ് വൈസ് ഒക്കെ പറഞ്ഞത്. ഓക്കെ, 31 ഇങ്ങനെ വരുന്നതാണ്. ആൻഡ് ദ ഫൈനൽ ടിപ്പ് ഓഫ് ദ സ്പൈനൽ കോഡ്, അതായത് L2-ൻ്റെ അവിടെ സ്പൈനൽ കോഡ് അവസാനിക്കുന്ന ഭാഗം, കോണസ് മെഡുലാരിസ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ് ഒരു ബഞ്ച് ഓഫ് നെർവ് ഫൈബേഴ്സ് എമർജ് ചെയ്യുന്നത്. ആൻഡ് ദേ ടുഗെദർ ദേ ആർ കോൾഡ് കോഡ ഇക്വിന, which means a horse tail. Okay, and the spinal cord, just like the brain, is covered by a 3-layered connective tissue known as the meninges. So that's all about spinal cord. വളരെ ചുരുക്കിയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. സോ എന്തായാലും വീഡിയോ കാണുക, ഇനിയുള്ള വീഡിയോസും കാണുക, ഷെയർ ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. ഇനി ഞാൻ അധികം കുറച്ച് ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പുകൾ വന്നിട്ടുണ്ട്. സോ ഇനി കുറച്ചുകൂടി എളുപ്പം വീഡിയോസ് ഇട്ട് ഫിനിഷ് ചെയ്യാൻ നോക്കാം. സോ നിങ്ങളുടെ സപ്പോർട്ടിന് എപ്പോഴും നന്ദി. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.